ഈ വാർത്ത മലയാളികൾ അറിയേണ്ടതാണ്. വളരെയധികം മലയാളികൾ വർക്ക് ചെയ്യുന്നതാണ് ബ്രിട്ടൻ NHS, നാഷണൽ ഹെൽത്ത് സ്കീം. കീർ സ്റ്റാമർ പെട്ടെന്നൊരു അനൗൺസ്മെൻ്റ് ഉണ്ടാവുകയാണ്. അതായത് NHS അബോളിഷ് ചെയ്യുകയാണ്, ടെർമിനേറ്റ് ചെയ്യുകയാണ്. അതായത് 2013 ഇത് ഫോം ചെയ്യുന്ന. NHS പോലും നേരത്തെ ഇത് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലായിരുന്നു. പഴയ പോലെ ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടിയിലോട്ട് പോവുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയും. എവിടെയാണ് NHS ഫെയിലിയർ ആയത് ആ റിപ്പോർട്ടിൽ പറയുന്നു. എന്തുകൊണ്ടാണ് ഇത് അബോളിഷ് ചെയ്യുന്നത്? അപ്പോൾ അതിനെപ്പറ്റി പറയാം. പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, ഏകദേശം ഒരു വർഷം 200 ബില്യൺ പൗണ്ടാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് NHSന് വേണ്ടി കൊടുക്കുന്നത്. അത് ഫങ്ഷൻ ചെയ്യാം. അവിടെ മൾട്ടി ലെയർ ബ്യൂറോക്രാറ്റിക് സിസ്റ്റവുമായിട്ടാണ് NHS വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ അവിടെയുള്ള എംപ്ലോയീസിന്, കാരണം ഒരു പ്രത്യേക ബോർഡിൻ്റെ അണ്ടറിലാണ് ഇത് പോകുന്നത്, അപ്പോൾ ഒത്തിരി അധികം ബ്യൂറോക്രാറ്റിക് പേപ്പർ വർക്ക് ഉള്ളതിൻ്റെ പേരിൽ അതിഭയങ്കരമായ ഡിലേ പ്രോസസ്സ് ഉണ്ടായി. അതായത് 100% നിന്ന് ഇംഗ്ലണ്ടിൽ, ബ്രിട്ടനിലെ ഹെൽത്ത് സർവീസ് എന്ന് പറഞ്ഞതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ 17% കുറഞ്ഞു. ഇതിനെപ്പറ്റി കീർ സ്റ്റാമർ വന്ന ശേഷം 2 കമ്മിറ്റികളെയാണ് ഫോം ചെയ്തത്. ഒരു പാർലമെൻ്ററി കമ്മിറ്റി, ഒരു പ്രൈവറ്റ് മെഡിക്കൽ ഹെൽത്ത് കമ്മിറ്റി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം ഇതിൻ്റെ അമാൻഡ പിച്ചർ എന്ന് പറഞ്ഞ NHS ബോർഡിൻ്റെ ഒരു സീനിയർ എക്സിക്യൂട്ടീവ് അവർ റിസൈൻ ചെയ്തിട്ട് പറഞ്ഞു, ഈ രീതിയിൽ ഇത് പോവുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ഡീറെയിൽഡ് ആയിപ്പോകും ഹെൽത്ത് സർവീസ് എന്ന് പറയുന്നത്. ഇത്രയും പണം പോകുന്നു, അതേപോലെ ഇതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നില്ല, ഇത്രയും മൾട്ടിപ്പിളായിട്ടുള്ള ജോലിക്കാർ വരുന്നു. ഈ ജോലിക്കാരെ കൊണ്ട് ഇതേപോലെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കി വരുന്ന പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ വളരെ ലോങ് ക്യൂ ആയിട്ട് നിൽക്കുന്നു. അസുഖമുള്ളവരിങ്ങനെ ക്യൂ നിൽക്കുകയാണ് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി, NHSൻ്റെ സർവീസ് കിട്ടാൻ വേണ്ടി. അപ്പം മൾട്ടിപ്പിൾ റിപ്പോർട്ട് ഇതിനെപ്പറ്റി വരികയും, അതായത് ഗവൺമെൻറ് നിയോഗിച്ച കമ്മിറ്റികൾ NHSനെ പറ്റി പഠിക്കുവാനും എന്താണ് സൊല്യൂഷൻ എന്നൊക്കെ സംഭവം, അതിൻ്റെ പേരിലാണ് ഇത് ക്രാക്ക് ഡൗൺ ചെയ്യുന്നത്, പുല്ലെടുത്ത് കളയുകയാണ്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഡയറക്റ്റ് ഇമ്പാക്റ്റ് ആയിട്ട് 13,000 പേരുടെ ജോലിയാണ് ഡയറക്റ്റ് പോകുന്നത്. അതിൻ്റെ അകത്ത് നേഴ്സസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഹെൽത്ത് സർവീസ് ഉണ്ട്. ഇതിനെ എങ്ങനെ റീഡിപ്ലോയ് ചെയ്യും എന്നുള്ള കാര്യം പറയുന്നില്ല. അതായത് 2 വർഷം കണ്ടാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ പഴയ രീതിയിലോട്ട് കൊണ്ടുവരുന്നത് എന്നാണ് ഈ കീർ സ്റ്റാമറിൻ്റെ പ്രസംഗത്തിൽ പറയുന്നത്. പക്ഷെ 2 വർഷം കൊണ്ട് ഇത് പെട്ടെന്ന് കൊണ്ടുവരുന്ന സമയത്ത് അവിടെയുള്ള ഹെൽത്ത് ഒഫീഷ്യൽസും പല യൂണിയൻകാരും ഈ NHSുമായിട്ട് ബന്ധപ്പെട്ടവർ പറയുന്നത്, അത് ഒരു ഹെൽത്ത് സർവീസിന് വലിയ രീതിയിൽ ബാധിക്കാനുള്ള പ്രശ്നമുണ്ട്. ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യും അതിനെപ്പറ്റിയൊന്നും കീർ സ്റ്റാമർ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പായി, അതായത് വരാൻ പോകുന്ന 2 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് NHS എന്ന് പറഞ്ഞ സാധനം അബോളിഷ് ചെയ്യും. അത് പഴയ രീതിയിൽ ബ്രിട്ടീഷ് ഹെൽത്ത് മിനിസ്ട്രിയുടെ അണ്ടറിലോട്ട് പോവുകയാണ്. അതായത് ഇത്രയും പേരുടെ ജോലി പോകും. ഇനി ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നേരത്തെ വന്ന പല വാർത്തകളുമായിട്ട് ബന്ധിച്ച് ഞാൻ പറയുകയാണ്. ഈ NHSനെതിരെ വലിയ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ഉണ്ട്. കാരണം ഇതിനകത്ത് വരുന്ന ബോർഡ് അംഗങ്ങളെല്ലാം ഒരു പ്രത്യേക മൈനോറിറ്റിയായ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അവർക്ക് താല്പര്യമുള്ള പല സ്റ്റാഫുകളെയും, അതായത് ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകൾക്ക് എടുക്കുകയും സ്റ്റാഫുകളെ എടുക്കുകയും, അതേപോലെ NHSുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രാക്റ്റുകൾ, അത് പയർ ക്ലീനിങ്ങും അതും ഇതും മെഡിക്കൽ ക്ലീനിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് പ്രത്യേക ഗ്രൂപ്പിൽപ്പെട്ട ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവർക്ക് ഈ കോൺട്രാക്റ്റ് അകത്തുനിന്ന് ഇവർ കൊടുക്കുകയും ചെയ്തു. ഇപ്പം ഇത് ടെലഗ്രാഫ് പത്രമല്ല, അവിടെയുള്ള പല പത്രങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ വലിയ ഇഷ്യൂ ആയി മാറി. ഇപ്പം ലേബർ പാർട്ടി വരുന്നതിന് മുമ്പ് തന്നെ ഈ ഇഷ്യൂ വളരെ സീരിയസ് ആയിരുന്നു. ഇത് ഞാൻ ഈ പറഞ്ഞ 2012-13 ഈ 12 റിപ്പോർട്ട് വരും, 13 കൺസർവേറ്റീവ് പാർട്ടി ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനുശേഷം ഉണ്ടായ അവിടെ ബ്രിട്ടനിലുണ്ടായ ഹെൽത്ത് ഇഷ്യൂ, അതിനെപ്പറ്റി ഗ്ലോബലായിട്ട് വരെ അതിഭയങ്കരമായ ക്രിറ്റിസിസം ഉണ്ടായിട്ടുണ്ട്. ഇതിനെപ്പറ്റി എലോൺ മസ്ക് പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് ഇതേപോലെ വേഴ്സ്റ്റ് ഒരു ഹെൽത്ത് സിസ്റ്റം ഉണ്ടായിട്ടില്ല, അതാണ് ബ്രിട്ടനിലുണ്ടായത്. ഗവൺമെൻറ് എറൗണ്ട് 200 ബില്യൺ പൗണ്ട് ബജറ്റിൽ കൊടുത്തിട്ട് പോലും ഇതിൻ്റെ പ്രയോജനം, അതായത് നേരത്തെ ഉണ്ടായിരുന്നതിന് 17% മാത്രമേ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നുള്ള കറക്റ്റ് റിപ്പോർട്ടിൽ അത് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിനകത്തെല്ലാം കൂടെ ചേർത്ത് വെച്ചും
അവിടെ ഉണ്ടാകുന്ന പ്രശ്നം, ലേബർ പാർട്ടിക്കെതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം കൂടെ കണക്കിലെടുക്കുകയാണ്. കാരണം മുസ്ലിം അപ്പീസ്മെന്റ് നടക്കുന്ന അതിൻ്റെ അകത്ത് മുഴുവൻ NHSൽ ഈ പറയുന്ന 200 ബില്യൺ പൗണ്ട്സ് കൊടുക്കുന്നതിൽ വലിയൊരു വിഭാഗം ശതമാനം പണം പോകുന്നത് ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടവർക്ക്, അവർക്ക് തൊഴിലാണെങ്കിൽ അവർക്ക് കോൺട്രാക്റ്റ്, ഈ സാധനങ്ങൾ അവരിലോട്ടാണ് പോകുന്നത്. ഒരു സാധാരണ ബ്രിട്ടീഷുകാരന് ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നില്ല. ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടുവാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, മറ്റൊരു കാര്യം പറയാം. NHS എന്ന് പറഞ്ഞ അവസാന ദിവസങ്ങളിലോട്ട് പോവുകയാണ്. അതായത് അവിടെ തൊഴിൽ നല്ല പോലെ നഷ്ടപ്പെടാനുള്ള സാധ്യത. ഇത് മാത്രമൊന്നുമല്ല, പിന്നീട് ഇതിൻ്റെ അനൗൺസ്മെൻ്റ് ഉണ്ടായേക്കുന്നത് കീ സ്റ്റാമറിൻ്റെ പ്രസംഗത്തിൽ തന്നെ പറയുന്നത്, മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലും ഇതേപോലെ ബ്യൂറോക്രസി പല ആൾക്കാരെങ്ങനെ വെച്ചിട്ടുണ്ട്, അതിനെതിരെയും റിഫോംസിൻ്റെ നടപടിയായിട്ട്, അതായത് സാമ്പത്തിക സംഭവം, അതായത് വെട്ടിച്ചുരുക്കോ ഇപ്പോഴത്തെ ബ്രിട്ടൻ്റെ എക്കോണമിയായിട്ട് മാറ്റർ ചെയ്യുന്ന രീതിയിൽ എക്സ്ട്രാ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന പരിപാടികളൊക്കെ നിർത്താൻ പോവുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടും പല രീതിയിൽ അവിടെ തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതായത് എക്കോണമി മുഴുവൻ കട്ട് ഡൗൺ ചെയ്ത് അനാവശ്യമായി ഇതേപോലെ പല ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാരെ വെച്ചിട്ടുണ്ട്. അവരെയും കൂടെ റിഫോംസിൻ്റെ ഭാഗമായിട്ട് ലേ ഡൗൺ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ പ്രസംഗമായിട്ട് ഞാൻ ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന പല അനാലിസിസ് ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുക. അതായത് ബ്രിട്ടനിൽ ഉണ്ടാകുന്നൊരു ഹിസ്റ്റോറിക്കൽ ചേഞ്ചാണ്. ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി അവരിതിനകത്ത് കയറി പ്രശ്നമുണ്ടാക്കി അവരുടെ ആൾക്കാരെ കൊണ്ടുവരുത്താനുണ്ടെന്ന് ഒരു ഭാഗം പറയുമ്പോൾ, മറുഭാഗം പറയുന്നത് അവിടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ പേഷ്യൻസിനും ജനങ്ങൾക്കും 17% മാത്രമേ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയുള്ളൂ. ഇത് ഈ NHS എന്ന് പറയുന്ന കംപ്ലീറ്റ് ഡീറെയിൽഡായ ഒരു പ്രോസസ്സായിരുന്നു. ഇപ്പം ഇതെല്ലാം കൂടെ ക്ലബ്ബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മലയാളികൾ വളരെ സൂക്ഷിക്കുക. കാരണം ഇത് നിങ്ങളുടെ ഫർദറായിട്ടുള്ള ജോലിയും താല്പര്യം, നിങ്ങളുടെ ഇൻട്രസ്റ്റും കുട്ടികളുടെ പഠനം, അവിടെയുള്ള താമസത്തെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസികളാണ് ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് വരാനുള്ള ദിവസങ്ങളിൽ എടുക്കാൻ പോകുന്നത്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.